ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് 3 വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ നമുക്ക് 4ആയിട്ട് കട്ടാക്കിയിട്ട് പിന്നെ ചെറുതാക്കി ഒന്ന് കട്ടാക്കി എടുക്കാം. നല്ല കുനുകുനാന്ന് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ടാക്കിയ നേന്ത്രപ്പഴം ഇവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാലിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണിൻ്റെ അളവാട്ടോ ഇത് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്കയുടെ പൊടി ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം പാടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് കളറിനായിട്ട് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ട് ഈ പാലിലേക്ക് കടലമാവ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയും ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇത് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ തയ്യാറാക്കി എടുക്കുന്ന സിമ്പിളായിട്ട് അധികം ടൈമൊന്നും എടുക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ പാലിലും കടലമാവിലേക്കും മുട്ട നന്നായിട്ട് മിക്സ് ആണ്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ. ഇതിലാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഇങ്ങനെ വരുന്നോളാം 1/4 ടീസ്പൂണിൻ്റെയും താഴെയാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും കടലമാവിൻ്റെയും മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മുടെ അപ്പച്ചട്ടിയില്ലേ, നമ്മൾ പാലപ്പം വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന അതിലും ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഓരോന്ന് വിധം ഉണ്ടാക്കിയെടുക്കുക. കുഴിയുള്ള ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ മിക്സ് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മുട്ടയാണ് ഇതിൽ കൂടുതലുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കറുത്ത ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവേ. ഇതെല്ലാം പാട് ഒന്നിങ്ങനെ ആയി വരുന്ന സമയത്ത് അടിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിത് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അധികം ചേരുവകളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവയാണ്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതാ കണ്ടോ. നമുക്കിത് ഇങ്ങനെയൊന്ന് കൊട്ടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഞാൻ ഇതുപോലെ ഒരു സവാള ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് കൈയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ല പോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കയ്യിൽ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 കയ്യിൽ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയാനും പറ്റും. നന്നായിട്ട് ഇതുപോലെ അടിച്ച് യോജിപ്പിച്ച് എടുക്കാൻ പറ്റും. അപ്പം മാവ് നല്ല സോഫ്റ്റായി വരും. നമ്മളിങ്ങനെ അടിച്ച് എടുക്കുന്ന സമയത്താണ് മാവ് നല്ല സോഫ്റ്റായിട്ട് വരിക കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരുന്ന അപ്പസോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം പാടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഞാൻ എന്താ നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. നേന്ത്രപ്പഴം എപ്പോഴും എടുക്കുമ്പോൾ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള തോലൊന്നും നമ്മൾ പിന്നെ എന്താ പറയുക പഴം തോലൊക്കെ കളഞ്ഞെടുക്കുന്ന സമയത്ത് അതിക്കൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ കട്ടാക്കുന്നില്ലേ, അതേപോലെയാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത്, ഒരു ചെഞ്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്ത് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്ററിൽ പഴം മുക്കിയിട്ട് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇടയിൽ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ, മഞ്ഞൾപ്പൊടി സാധാരണ നമ്മൾ പഴംപൊരിക്ക് ഇടാറുണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരെണ്ണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ മുഴുവനും കഴിച്ചു പോകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ കാണിച്ചപ്പോൾ ക്യാമറ എന്തോ തിരിഞ്ഞായിരുന്നെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പഴംപൊരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് വേണം. ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. അടുത്ത റെസിപ്പി നമുക്ക് ഏതാണെന്ന് നോക്കാം. അതിന് നമ്മൾ പഴം ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ടാക്കി എടുക്കുക. പിന്നെ ഒരു പകുതി പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് കുറച്ച് കാഷ്നട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്, ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കറുത്ത മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി അതേ ബട്ടറിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുടെ കുഞ്ഞാക്കി ചെറുതാക്കി കുനുകുനാ കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് നല്ല ഒരു ഗോൾഡൻ കളർ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. നല്ലോണം ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ആ സ്നാക്കിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇത് നമ്മൾ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ തയ്യാറാക്കി എടുക്കുന്ന, എണ്ണയൊന്നും യൂസ് ആകാതെ തയ്യാറാക്കി എടുക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബ്രെഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബ്രെഡ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അരക്കപ്പിൻ്റെ താഴെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം പാടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു സോസ് പാനിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അടുത്ത് വാങ്ങിയിട്ടുള്ള സോസ് പാനാണ് കേട്ടോ. അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണേ. അപ്പോൾ അടിയിലൊരു പാത്രം, ചട്ടിയോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമ്മുടെ സോസ് പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഴം വാട്ടി വെച്ചത് അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ എല്ലാ ഭാഗത്തേക്കും ഒത്തുള്ളൂ. നമ്മൾ സ്പാച്ചിലെ സ്പൂൺ കൊണ്ട് ഇടുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒത്തൂല. അപ്പോൾ കൈ കൊണ്ട് ഇട്ട് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ എല്ലാതും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കല്ലേ, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലായിടെയും ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വാട്ടാതെ നമ്മൾ നീളത്തിൽ കട്ടാക്കി വെച്ചിട്ടുള്ള പഴല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമല്ല. മുഴുവനായിട്ടും പഴം വാട്ടിയിട്ട് കൊടുത്താലും മതി. ഇതിങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് കാഷ്നട്ടും റൈസിൽസും കൂടി ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരല്പം ഒരു അരക്കപ്പിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ ബാറ്ററിയുടെ മാറ്റി വെച്ചിട്ടില്ലേ പഴവും ബ്രെഡ് മുട്ടയൊക്കെ അടിച്ചത്, അത് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ അല്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിരുന്നു. ഇതൊരു 7 മിനിറ്റോളം വെച്ചപ്പോൾ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് വേറൊരു പാനിലേക്ക് ഒരല്പം ബട്ടർ നാക്കിയിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മോൾ ഭാഗം കുറച്ച് കുക്കാകാനുണ്ട്, ഉൾഭാഗം കേട്ടോ. അതുകൊണ്ടാണ് മറിച്ചിട്ട സമയത്ത് ആ മുകളിലത്തെ ബാറ്റർ ആ പാത്രത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമുക്ക് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കായ്പോള എന്ന് പറയാം. അപ്പോൾ സാധാരണ കായ്പോളയ്ക്ക് ബ്രെഡ് ചേർക്കാറില്ല. ബ്രെഡ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ ബ്രെഡ് ചേർക്കാതെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബ്രെഡ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും പേരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. അപ്പോൾ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ സ്നാക്ക് തയ്യാറാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കിക്കോ. ഇതിലേത് റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുപോലെ തന്നെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. എല്ലാവർക്കും നന്ദി.